ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിലില്ലാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിച്ചൂസുത രാവിലെ എഴുന്നേറ്റ് മദ്രസയിലോട്ട് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇന്ന് കൂടെ പോകുന്നില്ല, കാരണം ഈ കുട്ടി ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്ക് നടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് അവളോടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ലിച്ചൂസ് പോയി. പിന്നെ ഇതാ കിച്ചണിലോട്ട് വന്നിട്ട് ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പം സവോള, ചിക്കന്, അതുപോലെ തന്നെ നെയ്റോസ്റ്റിനുള്ള മാവ്, ഇതെല്ലാം ഒന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ഇതാ ലിച്ചൂസിൻ്റെ റൂമിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അയൺ ചെയ്യാനാണ് ഉദ്ദേശം. അപ്പം അപ്പോഴാണ് ഓർത്തത് ഇന്ന് വെള്ളം കുടിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് ബോട്ടിലിൽ വെള്ളവും കുടിച്ചിട്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇരുത്തം കാണുമ്പോൾ എന്തോ ഒരു ബ്ലിങ്കസി അടിച്ച പോലെ ഇല്ലേ ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അത്ര ഒരു നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എല്ലാ ദിവസവും നല്ലതാണ്, പക്ഷെ എന്നാലും നമുക്ക് ഓരോരോ സമയത്ത് ഓരോരോ ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഇതാ അയൺ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ അയൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പണി രാവിലെ കുറഞ്ഞു കിട്ടുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസങ്ങൾ അങ്ങനെയാണ്. എന്നിട്ട് ഇതാ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായി. അപ്പം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഉണങ്ങിയതൊക്കെ ഞാനിങ്ങനെ അതാത് സ്ഥലത്തോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓരോന്നിനും ഓരോ സ്പേസ് കൊടുത്തതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ഓരോന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് വെക്കണം എന്നുള്ള ഓർഡർ എന്തായാലും ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീരും കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ള സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് നോക്കുക കേട്ടോ. പിന്നെ ഇതാ സ്റ്റൗവിൻ്റെ ഭാഗത്തുള്ള ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചിക്കന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കുഞ്ഞൻ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്ക് കുഞ്ഞ് കഷ്ണങ്ങളാകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. എന്നിട്ട് അതിന് നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുശേഷം കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയില്ലേ അതും, പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ബോട്ടിലാക്കിയതിൻ്റെ ബാക്കി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇത് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് ഇതാ ചിക്കനെ നല്ല പോലെ ഒന്ന് തിരുമ്മി എടുത്തിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ, ചട്ടി ചൂടാകുന്നൊന്നും ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള സവോള ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുഞ്ഞൻ തീയിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സവോള, ഒരു ക്യാരറ്റ്, 2-3 ബീൻസ്, പിന്നെ സ്പ്രിങ് ഓണിയന്, അതുപോലെയുള്ള പിന്നെ ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മുളക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളത്തെ ആ സംഭവങ്ങളൊക്കെ സീഡൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് കളയാണ് കേട്ടോ ചെയ്തത്. ഞാനില്ലേ ബീൻസും സ്പ്രിങ് ഓണിയനും കൈ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടെടുത്ത് ബാക്കി സവോളയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളതിന് കേട്ടോ. അതിങ്ങനെ നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ അരിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുറേ ടൈം പിടിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഫ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം തന്നെ ഇത് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ പാന് ചൂടായതിൻ്റെ അകത്തേക്ക് നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നെയ്യ് നല്ലപോലെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ എല്ലാ വെജിറ്റബിളും ഓരോ സൈഡിലിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളകും ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അതിന് ശേഷമാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കി അതിൻ്റെ അകത്തേക്ക് ബീൻസും സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇവോ എന്നൊക്കെ അല്ലല്ലോ പച്ചുവിനെ പറഞ്ഞിട്ട് ബായ് ഒന്നും മച്ചി ഒറ്റക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് എളുപ്പം ഇതാകണേ, റെഡി ആയി തരണേ. ഈ വീട്ടിനെ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കരിഞ്ഞോ ഇല്ലയോ ആ ഒരു കൺഫ്യൂഷൻ ആകുന്ന രീതിക്കൊന്നും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ അകത്തേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോസുകളൊക്കെ ഇല്ലേ, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം കുരുമുളക് പൊടിയില്ലേ അത് നല്ലോണം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഇനി നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതും മസാലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ എന്നിട്ട് ഒരു 3 മിനിറ്റ് കുഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി റൈസ് റെഡിയായി കിട്ടും. ഇവിടെ എളുപ്പം റെഡിയാക്കുക കേട്ടോ. അടിപൊളി റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
സ്കൂളിൽ കൊണ്ടുപോകാൻ. റൈസെല്ലാം റെഡി ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നെയ് റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് ഈ ബൂട്ടി ലിച്ചൂസൊക്കെ റെഡി ആയിട്ട് വരും കേട്ടോ. ബൂട്ടി റെഡി ആയാ? എനിക്ക് തോന്നി സൗണ്ട് കേട്ടപ്പോൾ. സിബ് ഇടണ്ടേ? പിന്നെ നെയ് റോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും മസാല ദോശയാണെന്നുണ്ടെങ്കിലും ആ ഒരു ചൂടോടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെറും നെയ്യാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. സാധാരണ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഉറ്റിച്ചിട്ട് പിന്നെ നമ്മുടെ ആ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഉള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കുന്നത്. സാധാരണ ഇക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സൊക്കെ ചിലപ്പോൾ കഴുകി ക്ലീനാക്കി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പണി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇക്ക തന്നെ ഫുഡ് ആക്കും ചെയ്യും കേട്ടോ. ഇന്നത്തെ ദിവസം ഇക്ക ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ഓൾ റൗണ്ടായിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നതിലല്ല നമുക്ക് കുഴപ്പം. കുട്ടികളൊക്കെ ഉള്ള എല്ലാ പേരൻസിനും അറിയായിരിക്കും അല്ലേ, ആ ഒരു സമയമാകുമ്പോഴേക്ക് അതൊക്കെ പെട്ടെന്ന് തീർക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ദശാവതാരമായിട്ട് മാറുകയാണ് കേട്ടോ ശരിക്കും ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതാ വെള്ളം കൂടി ആക്കി കഴിഞ്ഞപ്പോഴേക്ക് തൽക്കാലം നമ്മളുടെ കുറച്ച് പരിപാടി ഒന്ന് ഒതുങ്ങി കിട്ടി. പിന്നെ ഇതാ മക്കൾക്കുള്ള ഫുഡും കൊണ്ട് വരികയാണ് കേട്ടോ. പിന്നെ ഇതാ ലിച്ചുവിൻ്റെ മുടിയൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഈ ബൂട്ടിൻ്റെത് ലിച്ചു തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും സമാധാനമായി. അതിനുശേഷം ഇതാ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് കുറച്ച് അവിടെ കഴിച്ചിട്ട് ബാക്കി അങ്ങനെ വെച്ചിട്ട് പോകും കേട്ടോ. അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് വണ്ടിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുട്ടികളെ ഞാൻ താഴത്തോട്ട് കൊണ്ടുവിടുകയാണ് കേട്ടോ. ബാഗിനൊക്കെ നല്ല വെയിറ്റാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ലഞ്ചും ഇതെല്ലാം കുറയുമ്പോൾ അത്രയും ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ഇതാ ഒരു പോയമ്പാടിന് ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഉള്ളിലുള്ള പണി ചെയ്യാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ലേറ്റ് ആകും. അപ്പോൾ ഇന്ന് ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ള കയറി വരലാണ് കേട്ടോ. അങ്ങനെ ഇതാ നേരെ വന്നിട്ട് ഉള്ളിലത്തെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് കുറേ ദിവസം അതിനു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്തോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ എനിക്കുള്ള ദോശ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ദോശയും വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കട്ടൻ ചായ ആയിട്ടുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ മുരിഞ്ഞ ദോശ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവസാനം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയെന്ന് കേട്ടോ. ആ വരുന്നതിൽ തന്നെ എന്തോ ഒരു പന്തികേട് പോലെ തോന്നില്ലേ. ശരിക്കും എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ അത്ര സങ്കടവും ദേഷ്യവും ഒന്നും വേറെ ഇല്ല കേട്ടോ. പിന്നെന്താ എപ്പോഴും നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാവും, ഒരാൾ തണലായിട്ടുണ്ടാവും, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പോട്ട് തരണം ചെയ്ത് പോകണമല്ലോ. ഈ ഒരു കാര്യം എന്നല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും ഒരാളില്ല അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരാളുണ്ടാകണം എന്നിങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് തത്വവും കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ആക്കുകയെന്ന് കേട്ടോ. ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഫാമിലിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 1-2 പേർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ ബൈ.